Hi all, welcome to I Plus. ഞാൻ അക്ഷര കേറ്റഡ് കാറ്റഗറി 2 പാർട്ട് 1 ജനറൽ സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്സ് ആൻഡ് സയൻസ് എന്നുള്ള ഏരിയയിൽ മാത്സിനും സയൻസിനും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്കാണ്. 30 ചോദ്യം വെച്ചാണ്. അപ്പം സയൻസിന്റെ 30 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം, 3000 കിലോഗ്രാം മാസുള്ള ഒരു ട്രക്കിന്റെ പ്രവേഗം 4 സെക്കൻഡിൽ 24 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 16 മീറ്റർ പെർ സെക്കൻഡായി കുറയുന്നു. മന്ദീകരണത്തിനായി ഇവിടെ പ്രയോഗിക്കുന്ന ബലം എത്രയാണ്? റിട്ടാർഡിംഗ് ഫോഴ്സ് എത്രയെന്ന് കണ്ടുപിടിക്കാനാണ്. 6000 ന്യൂട്ടൺ ആണ്. അടുത്ത ചോദ്യം, ഇൻഫ്രാസോണിക് ശബ്ദത്തിന്റെ ആവൃത്തി എന്തെന്നാണ് ചോദ്യം. ഇൻഫ്രാസോണിക് സൗണ്ടിന്റെ ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. 20 ഹെർട്സിൽ കുറവാണ്. അടുത്ത ചോദ്യം, ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുകയാണ്. ശനി ജോവിയൻ ഗ്രഹം, ബുധൻ എന്താണ്? ഭൗമഗ്രഹമാണ്, ടെറസ്ട്രിയൽ പ്ലാനറ്റ് ആണ്. അടുത്ത ചോദ്യം, ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഐസ് ഉരുകുമ്പോൾ അതിന്റെ വ്യാപ്തം കുറയുന്നു. കപ്പൽ ശുദ്ധജല തടാകത്തിൽ നിന്ന് കടലിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ഉയരുന്നു. ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ പദാർത്ഥമാണ് തേൻ. പൂരിത ഉപ്പുലായനിയിൽ കോഴിമുട്ട താഴ്ന്നു പോകുന്നു. ഇതിലെ 4ാമത്തെ ഓപ്ഷൻ, പൂരിത ഉപ്പുലായനിയിൽ കോഴിമുട്ട താഴ്ന്നു പോകുന്നു എന്നതാണ് ശരി അല്ലാത്ത പ്രസ്താവന. അടുത്ത ചോദ്യം, ഒരു പരീക്ഷയിൽ സൃഷ്ടിക്കൽ ക്രിയേറ്റിംഗ് എന്ന വിദ്യാഭ്യാസ ലക്ഷ്യം പരിശോധിക്കാൻ ഒരു ചോദ്യം രൂപപ്പെടുത്താൻ ഒരു അധ്യാപകൻ ആഗ്രഹിക്കുന്നു. താഴെ നൽകിയിരിക്കുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ ചോദ്യം ഏതാണ്? അപ്പൊ ക്രിയേറ്റിംഗ് എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റീവ്, ഡിക്ഷൻ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ഈ കൂട്ടത്തിൽ ഏതാണ്? നിങ്ങളുടെ പ്രദേശത്തെ ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒരു തന്ത്രം രൂപകൽപ്പന ചെയ്യുക. ഡിസൈൻ എ സ്ട്രാറ്റജി ടു കൺസേർവ് മെഡിസിനൽ പ്ലാന്റ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി. ഇവിടെ എന്താണ് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ ഒരു ക്രിയേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ആൻസർ കൊടുക്കാം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഏറ്റവും അവസാനമായി കണ്ടുപിടിക്കപ്പെട്ട മൂലകം ഏത്? ടെന്നസിനാണ്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ 3ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? ടോങ്സ് ആണ്. അടുത്ത ചോദ്യം, PQRS എന്നീ 4 മൂലകങ്ങളുടെ അറ്റോമിക നമ്പറുകൾ നൽകിയിരിക്കുന്നു. P8, Q12, R18, S20. പ്രതീകങ്ങൾ യഥാർത്ഥമല്ല. ഇവയിൽ സാധാരണയായി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാത്ത മൂലകം ഏതാണ്? 6 വരുന്നതാണ് നമുക്ക് എന്താണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കില്ല എന്ന് കണ്ടെത്താൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബേസിക് ഓക്സൈഡ് ഏതാണ്? കാൽഷ്യം ഓക്സൈഡ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ദ്വിതീയ വായു മലിനീകരണകാരിയാണ്. ഈ കൂട്ടത്തിൽ സെക്കൻഡറി എയർ പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത് പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് ആണ്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ സംരക്ഷണ ധർമ്മം നിർവഹിക്കാത്ത ഭാഗം ഏതാണ്? ഫണ്ടസ് ആണ് കൂട്ടത്തിൽ പ്രൊട്ടക്റ്റീവ് പാർട്ട് അല്ലാത്തത്. അടുത്ത ചോദ്യം, അമോണിയം ക്ലോറൈഡും മണലും കലർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്നതിനുള്ള മാർഗം ഈ കൂട്ടത്തിൽ ഏതാണ്? സബ്ലിമേഷൻ ആണ്, ഉത്പാദനമാണ്. അടുത്ത ചോദ്യം, സിട്രസ് കാങ്കർ രോഗം ഉണ്ടാക്കുന്ന ആരാണ്? ബാക്ടീരിയമാണ്. അടുത്തത്, ലൈക്കൻ എന്ന ജീവി ബന്ധത്തിൽ ഉൾപ്പെടുന്നത് ആരുടെയൊക്കെ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ്? ഫംഗസും ആൽഗയും. അടുത്ത ചോദ്യം, ഒരു കോശത്തിലെ റൈബോസോമുകൾ നശിച്ചാൽ എന്താണ് സംഭവിക്കുക? റൈബോസോം നശിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ നിർമ്മാണം നടക്കില്ല. അടുത്തത്, ഒരു പ്രതിഭാസവുമായി ബന്ധപ്പെട്ട ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഈ പ്രതിഭാസം കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കുറൽ എന്ന ശാസ്ത്രജ്ഞനാണ്. ഈ പ്രതിഭാസത്തിൽ ചില മൂലകങ്ങൾ സ്വയം വികിരണം പുറപ്പെടുവിക്കുന്നു. ആൽഫ, ബീറ്റ, ഗാമ എന്നീ വികിരണങ്ങളാണ് ഈ മൂലകങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച പ്രതിഭാസം ഏതെന്ന് കണ്ടുപിടിക്കാനാണ്. ഇവിടെ വന്നേക്കുന്ന ഫിനോമിനൻ എന്ന് പറയുന്നത് എന്താണ്? റേഡിയോ ആക്ടിവിറ്റിയാണ്. അടുത്ത ചോദ്യം ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ജനറൽ പെഡഗോജി ആണ്. ഫോർമേറ്റീവ് മൂല്യനിർണ്ണയത്തിന്റെ മുഖ്യ ഉദ്ദേശമാണ്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? പഠനത്തിലെ അഭാവങ്ങൾ തിരിച്ചറിയുകയും ഫീഡ്ബാക്ക് നൽകുകയും ചെയ്യുന്നതാണ്. ഐഡന്റിഫൈ ലേണിംഗ് ഗ്യാപ്സ് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക്. അടുത്ത ചോദ്യം, ഡാഷിൽ വൈദ്യുതോർജ്ജം കാന്തികോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക്കൽ എനർജി മാഗ്നറ്റിക് എനർജിയായി മാറുന്നത് ഇലക്ട്രിക് ബെല്ലിലാണ്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം. മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ വെച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ആണ്. അടുത്ത ചോദ്യം, XY എന്നീ ലായനികൾ 2 വെവ്വേറെ ടെസ്റ്റ് ട്യൂബുകളിൽ എടുത്തിരിക്കുന്നു. ലായനി X ചുവന്ന ലിറ്റ്മസിനെ നീല നിറമാക്കുന്നു. ലായനി Y നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്നു. ചുവടെ നൽകിയിരിക്കുന്ന X ലായനി, Y ലായനി ഇവയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ടത് ഏതാണ്? അപ്പൊ നമ്മുടെ ബേസിക് ആയിട്ട് നമ്മുടെ ആസിഡും ബേസും കണ്ടെത്താനായിട്ടുള്ള
ആ ഒരു ഇൻഡിക്കേറ്റർ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കുന്ന സംഗതിയാണ്. അതിനെ ഒന്ന് എന്താണെന്ന് പ്രാക്ടിക്കൽ വൈസ് ഒരു സിറ്റുവേഷൻ തന്നെ കൊടുത്തേക്കുവാണ്. അപ്പൊ നമുക്ക് എക്സ് എന്ന് പറയുന്ന ബേസിക്കും വൈ എന്ന് പറയുന്നത് അസിഡിക്കുമാണ്. അടുത്ത ചോദ്യം, ദ്വിബീജപത്ര സസ്യത്തിന്റെ ഭ്രൂണത്തിന്റെ ഭാഗം അല്ലാത്തത് ഏത്? സ്ക്യൂട്ടെല്ലമാണ്. അടുത്തത്, പിത്തള, ബ്രാസ്, വെങ്കലം, ബ്രോൺസ് എന്നീ ലോഹസങ്കരങ്ങളിൽ കാണപ്പെടുന്ന പൊതുവായ ഘടകം ഏത്? രണ്ടിലും പൊതുവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? കോപ്പറാണ്, ചെമ്പാണ്. അടുത്തത്, ഒരു ശാസ്ത്ര ക്ലാസ്സിൽ അധ്യാപകൻ സംഗീതം കേൾപ്പിച്ചാൽ സസ്യങ്ങൾ വേഗത്തിൽ വളരുമെന്ന് അനൗപചാരികമായി പറഞ്ഞു. താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് ഏറ്റവും ശാസ്ത്രീയമായ പ്രതികരണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അത് സത്യമാണോ എന്ന് സുഹൃത്തുക്കളോട് ചോദിക്കുക. ആ ആശയം അതുപോലെ തന്നെ വിശ്വസിക്കുക. 2 സസ്യങ്ങൾ വളർത്തി അവയിൽ ഒന്നിനെ മതിയായ സംഗീതം കേൾപ്പിച്ച് വളർച്ച താരതമ്യം ചെയ്യുക. അത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ആശയം തള്ളിക്കളയുക. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും സയന്റിഫിക് എന്ന് പറയുമ്പോൾ, സയന്റിഫിക് റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ കാര്യം പരീക്ഷിച്ച് നോക്കണം. ഇവിടെ എന്താണ്, 2 സസ്യങ്ങളൊക്കെ വളർത്തി അവയിൽ ഒന്നിന് മതിയായ സംഗീതം കേൾപ്പിച്ച് ഈ സംഗീതം കേട്ടവയ്ക്ക് കൂടുതൽ വളർച്ചയുണ്ടോ എന്ന് നോക്കി നമ്മൾ എന്ത് ചെയ്യുക, താരതമ്യം ചെയ്യുക. അതാണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, ചാർജ് ചെയ്ത എബണൈറ്റ് ദണ്ഡിന്റെ എർത്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ പ്രവാഹം എപ്രകാരമായിരിക്കും? എബണൈറ്റ് ദണ്ഡിൽ നിന്ന് ഭൂമിയിലേക്കായിരിക്കും ഇലക്ട്രോൺ പ്രവാഹം ഉണ്ടാവും. അടുത്ത ചോദ്യം, ലെൻസിന്റെ ഫോക്കസ് ദൂരം -25 സെന്റിമീറ്റർ ആണ്. ഇത് ഏത് തരം ലെൻസ് ആണ്? ഇതിന്റെ പവർ എത്ര എന്നതുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് ആണ്. -4 ഡയോപ്റ്റർ ആണ് നമുക്കിവിടെ വരുന്ന ആൻസർ. അടുത്ത ചോദ്യം, എക്സ് എന്ന സംയുക്തം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഒരു വാതകം ഉണ്ടാകുന്നു. ഈ വാതകം തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്നു. ഇവിടെ നമ്മൾ പ്രതീകം എക്സ് എന്ന് പറഞ്ഞ യഥാർത്ഥമല്ല, എക്സ് എന്ന സംയുക്തം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ എക്സ് എന്നുള്ള സിമ്പിൾ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് എന്താണ്, ഒന്ന് പ്രതീകമായിട്ട് കൊടുത്തേക്കുവാണ്, ഒറിജിനൽ ആയിട്ടുള്ളതല്ല. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? അതൊരു കാർബണേറ്റ് ആണ് ആ ഒരു കോമ്പൗണ്ട്. അടുത്ത ചോദ്യം, വഞ്ചി തുഴയുമ്പോൾ വെള്ളത്തെ പിന്നിലേക്ക് തള്ളുന്നു. അതേസമയം വഞ്ചി മുന്നോട്ട് നീങ്ങുന്നു. ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട നിയമം ഏത്? എല്ലാവർക്കും അറിയുന്നതാണ്, ന്യൂട്ടന്റെ 3ാം ചലന നിയമം. എല്ലാ ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ടാകും. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. സ്ട്രോബെറി ഒരു കപട ഫലമാണ്. വാഴപ്പഴം പാർത്തനോകാർപ്പിക് ഫലമാണ്. ഈത്തപ്പഴം മാംസള ഫലമാണ്. ഇതിൽ നമുക്ക് 1, 2 ശരി, 3 ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഐസോബാർ ജോഡി കണ്ടെത്തുക. ഇവിടെ ഐസോബാർ ജോഡി വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ക്ലോറിന്റെ മാസ് നമ്പർ 35 ആണ്. അതിന്റെ ന്യൂക്ലിയസിൽ 18 ന്യൂട്രോണുകൾ ഉണ്ട്. ക്ലോറിന്റെ സംയോജകത കണ്ടെത്താനാണ്, അതായത് വാലൻസി, ക്ലോറിന്റെ വാലൻസി കണ്ടെത്താനാണ് എത്രയാ വരുന്നത്? 1 ആണ് ക്ലോറിന്റെ വാലൻസി വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പ്രോബ്ലം ഒക്കെ വരുന്നത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള സയന്റിഫിക് അനാലിസിസും ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്